ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസിന് നമ്മുടെ ലൈഫിൽ ഒരു വലിയ റോൾ തന്നെ ഉണ്ട്. ഈ എക്സ്പീരിയൻസസ് ഒന്നും ചൈൽഡ്ഹുഡിൽ മാത്രം സ്റ്റേ ചെയ്യുന്ന ഒന്നല്ല, അതൊക്കെ നമ്മുടെ കൂടെയും വളരുന്ന ഒന്നാണ്. നമ്മളെ തന്നെ പെർസീവ് ചെയ്യുന്ന രീതി, നമ്മൾ ഫോം ചെയ്യുന്ന റിലേഷൻഷിപ്സ്, നമ്മൾ ഈ വേൾഡിനോട് റിലേറ്റ് ചെയ്യുന്ന രീതി, ഇതൊക്കെ ഒരു പരിധി വരെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു കമ്പോണന്റ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടി അൺസേഫ് ആയിട്ടുള്ള, ആ കുട്ടിയുടെ ഇമോഷൻസിന് വലിയ വില കൊടുക്കാത്ത, അറ്റ് ദി സെയിം ടൈം കോൺസ്റ്റന്റ്ലി ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു എൻവയോൺമെന്റിലാണ് വളർന്നതെന്നുണ്ടെങ്കിൽ, ഈ കുട്ടി വളർന്നു വലുതായി ഒരു അഡൾട്ടായി കഴിയുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യാം. ഒരു മിസ്റ്റേക്ക് പറ്റി വരുമ്പോൾ ആ കുട്ടീനെ തന്നെ വല്ലാണ്ട് ക്രിട്ടിസൈസ് ചെയ്യാം. ഇതൊക്കെ അഡാപ്റ്റേഷൻസ് ആണ്. ഈ അഡാപ്റ്റേഷൻസ് ആണ് നമ്മളെ ചൈൽഡ്ഹുഡിൽ ഹെൽപ്പ് ചെയ്തത് സർവൈവ് ചെയ്യാനായിട്ട്. പക്ഷെ ഒരു അഡൾട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ ഇതേ അഡാപ്റ്റേഷൻസ് നമുക്ക് കൂടുതൽ ഹാം ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഒരു തെറപ്പി സെറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾ അവരെ കൊണ്ട് തന്നെ ഈ പാറ്റേൺസ് ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള പാറ്റേൺസ് റെക്കഗ്നൈസ് ചെയ്ത് അതിനൊക്കെ ഹെൽത്തി കോപ്പിംഗ് ആക്കുക എന്നുള്ളതും, അവർക്ക് എവിടേക്കോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു സേഫ്റ്റിയും കണക്ഷനും റീഎസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും തെറപ്പീനെ കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. നിങ്ങളും ഇതുപോലത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ മൈൻഡ് സ്വിച്ചിനെ കോൺടാക്ട് ചെയ്യുക.